Day to stand firm in amidst Christ. ജെയിംസ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യ ഭാഗ്യവ. അവ കൊള്ളാവുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. മൂന്നാം ദിവസം പ്രലോഭനങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുക. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിനു പരീക്ഷയോടുകൂടെ അവൻ പോക്കും വഴിയുണ്ടാക്കും. നാലാം ദിവസം പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുക. വാക്യം രൂത്ത് 1:16. അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തൊക്കെ ഞാനും പോകും, നീ പാർക്കുന്നിടത്തൊക്കെ ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അഞ്ചാം ദിവസം സമുദ്രിയിൽ ഉറച്ചു നിൽക്കുക. പാഠഭാഗം ഫിലിപ്പിയർ 4:12-13. താഴ്ചയിലിരുപ്പാനും സമുദ്രയിലിരുപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആറാം ദിവസം വിശ്വാസ സമൂഹത്തിൽ ഉറച്ചു നിൽക്കുക. വാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 4:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തങ്ങൾക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല, എല്ലാം അവർക്ക് പൊതുവായിരുന്നു. ഏഴാം ദിവസ ചിന്താവിഷയം സാക്ഷ്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. മനപ്പാഠം മത്തായി 5:16. അങ്ങനെ തന്നെ മനുഷ്യരുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ കൂടി പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിപ്പീൻ. എട്ടാം ദിവസത്തെ വിഷയം പ്രത്യാശയിൽ ഉറച്ചു നിൽപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനമായ വാക്യം ദാനിയേൽ 3:17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പത്ത് ദിവസം BBS പഠിച്ചു. ഇത്രയും മുതിർന്ന കുട്ടികൾ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ കാണാതെ പഠിച്ചു. പലരെയും പെർഫോമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവർക്കൊരു വാക്യം പറയുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പകുതി പിള്ളേർ നല്ലപോലെ വാക്യം പറയുകയാണ്. മറ്റു പിള്ളേർക്ക് ഒരു വാക്യം 2 വരി പോലും തികച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് വേദപുസ്തകം വായിച്ച് പഠിപ്പിക്കണം മാതാപിതാക്കൾ. അല്ല നമ്മൾ